സഭാ നിയമങ്ങൾ അനുസരിച്ച് 7 മൂലപാപങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നതാണ് അസൂയ. മറ്റൊരാളുടെ നന്മയിലോ വളർച്ചയിലോ സന്തോഷിക്കുന്നതിന് പകരം ദുഃഖം തോന്നുന്ന അവസ്ഥയാണ് അസൂയ. ഇത് സ്നേഹത്തിന് വിരുദ്ധമായ പാപമാണ്. താരതമ്യം ചെയ്യുന്നതിലൂടെയാണ് അസൂയ ജനിക്കുന്നത്. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കാണാതെ മറ്റുള്ളവർക്ക് ലഭിച്ചതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതൃപ്തി ഉണ്ടാകുന്നു. കായേൻ ആബേലിനെ കൊന്നത് അസൂയ മൂലമാണ്. അസൂയ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നു. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാനും അവരെ താഴ്ത്തിക്കെട്ടാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ പങ്കുചേരാനും അവരെ അഭിനന്ദിക്കാനും പഠിക്കുക എന്നതാണ് അസൂയയ്ക്കുള്ള മരുന്ന്. സന്തോഷിക്കുന്നവരോട് കൂടി സന്തോഷിക്കുവിൻ എന്ന വചനം നമുക്ക് മാതൃകയാക്കാം. കർത്താവേ, എൻ്റെ സഹോദരങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളിൽ സന്തോഷിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാനും മറ്റുള്ളവരോടുള്ള വിദ്വേഷം വെടിയാനും എന്നെ സഹായിക്കണമേ. ആമേൻ.